Hello students, November 2022 and 2021 ഈ രണ്ട് ഇയർത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് കോർഡിനേറ്റ് ജോമെട്രി. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് കോർഡിനേറ്റ് ജോമെട്രി എന്ന മൊഡ്യൂളിലത്തെ ക്വസ്റ്റ്യൻസ് ഇവിടെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഇതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പാർട്ട് എയിൽ വരുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോഡുലസ് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് സ്ലോപ്പും വൈ ഇൻ്റർസെപ്റ്റും തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എങ്ങനെ എഴുതും. ഇനി പാർട്ട് ബിയിൽ വന്നത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, അതിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ആണ്, അത് സം ആൻഡ് ഡിഫറൻസ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു പോയിൻറ്റും ഒരു ലൈനും തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ പോയിൻറ്റിൽ നിന്ന് ലൈനിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി പാർട്ട് സിയിൽ വരുന്നത്, പാർട്ട് സിയിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, അതിൻ്റെ പ്രൊഡക്റ്റ് കാണാം. പ്രൊഡക്റ്റ് കാണുമെന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ മോഡുലസും കാണും, ആംപ്ലിറ്റ്യൂഡ് കാണും. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പോളാർ ഫോമാണ്. ഇനി അതിൽ തന്നെ ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഒന്നെങ്കിൽ 5 എഴുതാം അല്ലെങ്കിൽ 6 എഴുതാം. ഇനി 6ലും സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ലൈൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറയുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പോയിൻറ്റും കൂടി തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വരുന്നത് രണ്ട് സ്ലോപ്പ് തന്നിട്ടുണ്ട്, ഒരു ലൈൻ്റെ രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒരു പ്രൊഡക്റ്റും അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് കമ്പൈൻഡ് ചെയ്തിട്ടുള്ളതാണ് വന്നത്. അത് ഇവാലുവേറ്റ് ചെയ്യുക, അതായത് ഫൈനൽ ആൻസർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി അതിലും വരുന്നുണ്ട് ഒരു ഓർ ക്വസ്റ്റ്യൻ. എട്ടാമത്തേൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണ് രണ്ട് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, ആ രണ്ട് പോയിൻറ്റ്സ് തന്നാൽ എങ്ങനെയാണ് ഒരു ലൈൻ്റെ ഇക്വേഷൻ എഴുതാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് അതിൽ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാനാണ് പറയുന്നത്. രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്, ആ രണ്ട് ലൈൻസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എങ്ങനെ കാണും. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് കോർഡിനേറ്റ് ജോമെട്രി എന്ന മൊഡ്യൂളിൽ വരുന്നത്. നമുക്ക് ആൻസേഴ്സ് എങ്ങനെ എഴുതാമെന്ന് ഇനി നോക്കാം. ആൻസേഴ്സ്, അപ്പോൾ ഫസ്റ്റ് z = y എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറാണ് തന്നത്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് √(x² + y² ആണ്. ഇവിടെ x എന്ന് പറയുന്നത് 0യും y എന്ന് പറയുന്നത് 2 ആണ്. മോഡ് z എന്ന് പറയുന്നത് √(0² + 2²) ദാറ്റ്സ് ഈക്വൽ ടു √4. √4 എന്ന് പറയുന്നത് 2 ആണ്. സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഒരു സ്ലോപ്പും y ഇൻ്റർസെപ്റ്റും ആണ് തന്നത്, അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ സ്ലോപ്പും y ഇൻ്റർസെപ്റ്റും തന്നാൽ ലൈൻ ഇക്വേഷൻ എഴുതാനുള്ള ഫോർമുല ഇതാണ്, y = mx + c. ഇവിടെ m എന്ന് പറയുന്നത് 2ഉം y ഇൻ്റർസെപ്റ്റ് ആണ് c എന്ന് പറയുന്നത്, അത് -1 ആണ് തന്നത്. ഈ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y = 2x - 1 ഇത് നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എഴുതാണെങ്കിൽ =0 എന്ന് പറയുന്ന ഫോർമുലോട്ട് എഴുതണം. അതിന് വേണ്ടിയിട്ട് എല്ലാ ടേംസും =ൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട്, ഒന്നെങ്കിൽ ലെഫ്റ്റ് ഓർ റൈറ്റ്, അത് നിങ്ങളിഷ്ടമാണ്, അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്തത് y എന്ന് പറയുന്ന ടേമിനെ റൈറ്റിലോട്ട് കൊണ്ടുപോയപ്പോൾ നമുക്ക് കാണാം +y ആയിരുന്നു, അപ്പോൾ റൈറ്റിലോട്ട് പോകുമ്പോൾ -y ആയി. 2x - y - 1 = 0. ഈ ഒരു ഫോമിലോട്ടാണ് നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഒന്നെങ്കിൽ y = 2x - 1 എന്ന് പറയുന്ന ഫോമിൽ എഴുതാം, അല്ലെങ്കിൽ =0 എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് z1ഉം z2ഉം തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ z1 + z2 കാണണം, z1 - z2 കാണണം. z1 + z2 കാണാനുള്ള ഇക്വേഷൻ a + c + i × b + d. ഇവിടെ എയും ബിയും സിയും ഡിയും എടുത്ത് എഴുതിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എ ഏതാ, ബി ഏതാ, സി ഏതാന്ന്, ഡി ഏതാന്ന് എടുത്ത് എഴുതണം. അങ്ങനെ ഓരോന്നും എടുത്ത് എഴുതും. ഇവിടെ എ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറയുന്നത് അതിൻ്റെ മുന്നിലെ നമ്പറാണ്, അതിൻ്റെ മുന്നിൽ വേറെ ഒരു നമ്പറും ഇല്ല, അപ്പോൾ അതവിടെ 1 ആണ്. ഇനി സി എന്ന് പറയുന്നത് 5 ആണ്, ഡി എന്ന് പറയുന്നത് -2 ആണ്. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസ് എടുത്ത് എഴുതി. ഇനി ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും z1 + z2 എന്ന് പറയുന്നത് 3 + 5 + i × 1 + -2. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇനി 3 + 5 എത്രയാണ്? 8 ആണ്. i ×
1 പ്ലസ് മൈനസ് 2, പ്ലസ് മൈനസ് വന്നാൽ മൈനസ് ആണ്. ഇനി അവിടെ വലിയ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2ൻ്റെ സൈന് മൈനസ് ആണ്, അതുകൊണ്ടാണ് അവിടെ -1 വന്നത്. ഇനി 8 പ്ലസ് i ഇൻറ്റു -1, i ഇൻറ്റു -1 എന്ന് പറയുന്നത് -i ആണ്. അതുകൊണ്ട് ഫൈനൽ ആൻസർ 8 - i എന്ന് വരും. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല ഓർമ്മയില്ലെങ്കിൽ, ഇപ്പോൾ തീരെ ഓർക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ ഫോർമുല ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് അഡീഷൻ ചെയ്യുക. ആദ്യം Z1 + Z2 എന്ന് എഴുതിയിട്ട് ഏതാണോ Z1 അത് എഴുതുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ Z2 എഴുതുക, പ്ലസ് സൈഡിലിടുക. ഇനി നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 3 + 5 ചെയ്താൽ 3 + 5 എന്ന് ചെയ്താൽ 3 + 5 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 8 ആണ്. 8 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി. ഇനി i + -2i, i + -2i എന്ന് പറയുന്നത് -i ആണ്. അത് രണ്ടും അവിടെ ഡയറക്റ്റ് താഴെ എഴുതിയാൽ നമുക്ക് ഫൈനൽ ആൻസറായി. ഫോർമുലാസ് ബുദ്ധിമുട്ടാണ് ഓർക്കാവുന്നുള്ളവർക്ക് മാത്രം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. രണ്ട് എഴുതിയാലും ശരി തന്നെയാണ്. പക്ഷെ ഫോർമുലാസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാണെന്ന് തോന്നുന്നു. ആ എ ഏതാ, ബി ഏതാ, സി ഏതാ, ഡി ഏതാന്ന് നോക്കിയാൽ മാത്രം മതി. വേറെ ഒരു കൺഫ്യൂഷൻസും അവിടെ വരുന്നില്ല. ഇനി Z1 - Z2 ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് a - c + i × b - d. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. a എന്ന് പറയുന്നത് 3 ആണ്, ആൻഡ് c എന്ന് പറയുന്നത് 5 ആണ്. അത് രണ്ടും ഇവിടെ കൊടുത്തു. പ്ലസ് i × b എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് d എന്ന് പറയുന്നത് -2 ആണ്. അങ്ങനെ 3 - 5 എന്ന് പറയുന്നത് -2 ആണ്. പ്ലസ് i × 1 - -2. 1 - - വന്നാൽ പ്ലസ് ആണ്. 1 + 2 എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെ -2 + i × 3 എന്ന് വെച്ചാൽ -2 + 3. ഈ സബ്ട്രാക്ഷനും നിങ്ങൾക്ക് ഫോർമുലാസ് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് നേരിട്ട് സബ്ട്രാക്ട് ചെയ്യാം. 3 + i എന്ന് ആദ്യം എഴുതാം, -5 - 2i എന്ന് തൊട്ട് താഴെ എഴുതാം. ഇനി 3 - 5 എന്ന് പറയുന്നത് -2 ആണ്. ഇനി i - -2i, മൈനസ് വന്നാൽ പ്ലസ് ആണ്. അതവിടെ നമ്മൾ എഴുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അഡീഷനും സബ്ട്രാക്ഷനും സിമ്പിളാണ്. ഒന്ന് കറക്റ്റായിട്ട് പ്ലസ്സും മൈനസും നിങ്ങൾ നോക്കി എഴുതിയാൽ പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് തന്നെ ഇടണം. പിന്നെ വലിയ നമ്പർ ഏതാ നോക്കണം, അതിന് സൈനിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു പോയിൻറ്റും ഒരു ലൈൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ലൈനിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? മോഡുലസ് ഓഫ് AM + BN + C ഡിവൈഡഡ് ബൈ √(a² + b²). ഇതാണ് ഇക്വേഷൻ. ഇവിടെ A എന്ന് പറയുന്നത് 4 ആണ്, B എന്ന് പറയുന്നത് 3 ആണ്, C എന്ന് പറയുന്നത് -2 ആണ്, M എന്ന് പറയുന്നത് 1 ആണ്, N എന്ന് പറയുന്നത് 1 ആണ്. ആ പോയിൻ്റാണ് എമ്മും എന്നും. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂസും എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതാ ബി, എ എന്ന് പറയുന്നത് എക്സിൻ്റെ മുന്നിൽ വരുന്ന നമ്പറാണ്, അതാണ് അവിടെ 4 എന്ന് വന്നത്. ഇനി ബി എന്ന് പറയുന്നത് വൈൻ്റെ തൊട്ട് മുന്നിലുള്ള നമ്പർ, അത് 3 ആണ്. സി എന്ന് പറയുന്നത് ലാസ്റ്റ് ഏതാണോ വരുന്നത് അതാണ് സി. എമ്മും എൻ എന്ന് പറയുന്നത് നമുക്ക് തന്ന പോയിൻ്റാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എം, രണ്ടാമത് വരുന്നതാണ് എൻ. അപ്പോൾ എമ്മും 1 ആണ്, എന്നും 1 ആണ്. ഇനി ആ വാല്യൂസ് ആ ഇക്വേഷനിൽ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എ എം ആണ്, അപ്പോൾ 4 × 1 ആണ്, പ്ലസ് 3 × 1 ആണ്, പ്ലസ് സി എന്ന് പറയുന്നത് -2. നമ്മൾ വാല്യൂസ് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ ഫൈനൽ ആൻസർ വരുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, ഈ മോഡുലസിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെഗറ്റീവ് വാല്യൂ ആണ് വന്നതെങ്കിലും നമ്മൾ അപ്പോൾ അവിടെ ചെയ്യുന്നത് അതിൻ്റെ പോസിറ്റീവ് വാല്യൂസാണ് കിട്ടേണ്ടത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ -5 എന്ന് കിട്ടിയെന്ന് കരുതുക. ഇങ്ങനെ വന്നാലും നമ്മൾ പോസിറ്റീവ് വാല്യൂസാണ് എടുക്കേണ്ടത്. മോഡ് എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവാണ്. അപ്പോൾ മോഡ് -5 ആണ് ഉള്ളിൽ വന്നതെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത്, ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കില്ലല്ലോ വരിക. വാല്യൂസ് മാറുമ്പോൾ മോഡുലസിൻ്റെ ഉള്ളിൽ
നെഗറ്റീവ് വാല്യൂസ് വന്നാലും നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. പോസിറ്റീവ് വാല്യൂ ആയിട്ട് വേണം എഴുതാൻ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇപ്പോൾ നെഗറ്റീവ് വാല്യൂസ് ആണ് ഉള്ളിൽ വന്നതെങ്കിലും പോസിറ്റീവ് വാല്യൂസ് എഴുതാം. ഇനി mod 5 എന്ന് പറയുന്നത് 5 ആണ്. 5/5 1. അപ്പോൾ ഇത്രയാണ് 4th ക്വസ്റ്റ്യൻ്റെ ആൻസർ. സിമ്പിളാണ്. ആ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇക്വേഷനിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എഴുതാൻ പറ്റും. 3 മാർക്കിൻ്റെ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് 7 മാർക്കിൻ്റെ ചോദ്യമാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വണ്ണ് 5ാമത്തേൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് പ്രൊഡക്റ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. 2 കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 1 + 2y 2 - 3y. ഈ 2 കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാനാണ് പറയുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ z1 എന്ന് പറയുന്നത് 1 + 2y ആണ്. z2 എന്ന് പറയുന്നത് 2 - 3y. z1 × z2 എന്ന് പറയുന്നത് നമുക്കൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. AC - BD + I × BC + AD. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് 1 ആണ്. ഇതാണ് A. A എന്ന് പറയുന്നത് ഇവിടെയാണ്. A എന്ന് പറയുന്നത് 1 ആണ്. B എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ C എന്ന് പറയുന്നത് Z2ൽ വരുന്നതാണ് C. C എന്ന് പറയുന്നത് 2 ആണ്. ഇനി D എന്ന് പറയുന്നത് -3. മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് തന്നെ എഴുതാം. അപ്പോൾ ഓരോ വാല്യൂസ് നമ്മൾ എടുത്തെഴുതി. ഇപ്പോൾ എയും ബിയും സിയും ഡിയും എല്ലാം നമ്മളെ കയ്യിലുണ്ട്. ഇനി ആ ഇക്വേഷനിൽ ആ ഒരു ഫോർമുലയിൽ നമ്മൾ കൊടുത്താൽ മാത്രം മതി. ഇനി z1 × z2 എന്ന് പറയുന്നത് A × C എന്ന് വെച്ചാൽ A എന്ന് പറയുന്നത് 1 ആണ്. C എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 1 × 2 - 2. B എന്ന് പറയുന്നത് 2 ആണ്. 2 × D ഏതാണ്? -3 ആണ്. അപ്പോൾ ആ വാല്യൂസ് കറക്റ്റായിട്ട് അതിൽ കൊടുത്താൽ മതി. മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് തന്നെ ഇടണം. മൈനസ് ഇട്ടില്ലെങ്കിൽ വാല്യൂ മാറിപ്പോവും. അപ്പോൾ നമുക്ക് 1 × 2 - 2 × -3. D എന്ന് പറയുന്നത് -3 ആണ്. അതുകൊണ്ടാണ് അവിടെ മൈനസ് നിട്ട്. I × 2 × 2. കാരണം എന്താ? BC എന്ന് വെച്ചാൽ 2 × B എന്ന് പറയുന്നത് 2 ആണ്. C എന്ന് പറയുന്നത് 2 ആണ്. പ്ലസ് 1 × D എന്ന് പറയുന്നത് -3 ആണ്. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസ് അതിൽ കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 1 × 2 2 ആണ്. പ്ലസ് മൈനസും വന്നാൽ ഇവിടെ മൈനസും വന്നാൽ പ്ലസ് ആയി. ഇനി 2 × 2 4 ആണ്. 4 പ്ലസ് മൈനസും വന്നാൽ മൈനസ് ആണ്. അങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്തു. ഇനി 2 + 6 8 ആണ്. 4 - 3 1 ആണ്. അപ്പോൾ 8 + I × 4 - 3 എന്ന് പറയുന്നത് 1 ആണ്. I × 1 I തന്നെയാണ്. അങ്ങനെ ചെയ്യാം. ഒന്നെങ്കിൽ ഫോർമുല യൂസ് ചെയ്യാം. ഇനി നമ്മൾ സാധാ ഒരു മൾട്ടിപ്ലിക്കേഷൻ 2 ടേംസ് വരുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഫോർമുലയാണ് എഴുതിയത്. ഓക്കെ, A × C. A × C, A × D നിങ്ങൾക്ക് അറിയുന്നതാണ്. B × C, B × D. അത് ചെയ്താലാണ് ഏതൊരു മൾട്ടിപ്ലിക്കേഷനും ഈ ഒരു ഫോമിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോമുല വെച്ചിട്ടും പ്രൊഡക്റ്റ് കാണാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1 + 2y 2 - 3y ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനെ A × C + A × D ഈ ഒരു ഫോമുല വെച്ച് ചെയ്താൽ നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫോമുലാസ് സെലക്ട് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ ഫോമുല ഓർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടാമത് പറയുന്നത് ഉപയോഗിച്ചാൽ മതി. സാധാ മൾട്ടിപ്ലിക്കേഷനാണ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. ഇനി A × C, A ഏതാ B ഏതാന്ന് നോക്കിയാൽ അറിയാം. അപ്പോൾ 1 × 2 + 1 × -3 ആണ്. അവിടെ -3y ആണ്, അതുകൊണ്ട് -3y എന്നിട്ട് പ്ലസ് 2y × 2
പ്ലസ് 2i ഇൻറ്റു മൈനസ് 3i. നമ്മൾ ഓരോന്നും ചെയ്തു. ഇനി 1 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2 ആണ്, മൈനസ് 1 ഇൻറ്റു അതാണ് അവിടെ മൈനസ് 3i എന്ന് പറയുന്നത്. 1 ഇൻറ്റു മൈനസ് 3i എന്ന് പറയുന്നത് മൈനസ് 3i പ്ലസ് 4i മൈനസ് 6i സ്ക്വയർ. എന്തുകൊണ്ട് i സ്ക്വയർ എന്ന് വന്നത്? 2 ഇൻറ്റു മൈനസ് 3 എന്ന് പറയുന്നത് മൈനസ് 6 ആണ്. i ഇൻറ്റു i സ്ക്വയർ ആണ്. അങ്ങനെയാണ് അവിടെ 6i സ്ക്വയർ എന്ന് വെച്ചത്. ഇനി 2 പ്ലസ് i. എന്തുകൊണ്ടാണ് പ്ലസ് i എന്ന് പറയുന്നത് വന്നത്? മൈനസ് 3i പ്ലസ് 4i. ഇവിടെ പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മൈനസ് 3 പ്ലസ് 4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്കിവിടെ i എന്ന് കിട്ടും. ഇനി വലിയ നമ്പർ ഇവിടെ 4i ആണ്, അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഫൈനലായിട്ട് 2 പ്ലസ് i എന്ന് പറയുന്നത് കിട്ടിയത്. മൈനസ് 6 ഇൻറ്റു ഇനി ഇവിടെ i സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. ആ മൈനസ് 1 നമ്മൾ i സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി മൈനസ് 6 ഇൻറ്റു മൈനസ് 1 എന്ന് പറയുന്നത് പ്ലസ് 6 ആണ്. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 2 പ്ലസ് i പ്ലസ് 6 ഇതാണ് വരുന്നത്. ഇനി നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും കൂട്ടി എഴുതരുത്. അതായത് ഇപ്പോൾ നമുക്ക് 2 പ്ലസ് 3i എന്ന് പറയുന്ന 5i ആക്കി എഴുതരുത്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരിക. 2 തന്നെ, 3i തന്നെ, അതായത് ഇത് കൂട്ടി എഴുതരുത്. ഇനി ഇവിടെ 2 പ്ലസ് 6 നമ്പേഴ്സ് തമ്മിൽ കൂട്ടി എഴുതിയാൽ 2 പ്ലസ് 6 എന്ന് പറയുന്നത് 8 ആണ്. 8 പ്ലസ് i അങ്ങനെ തന്നെ എഴുതാം. 9i എന്ന് എഴുതരുത്. ഫൈനൽ ആൻസർ 8 പ്ലസ് i. കോംപ്ലക്സ് നമ്പർ ആണ്. നമുക്കതിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ടാവും. അങ്ങനെയാണ് 8 പ്ലസ് i എന്ന് പറയുന്ന ഫൈനൽ ആൻസർക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് കാണാനുള്ളത്. ഇനി ഇക്വേഷൻ ടു ദ ലൈൻ പെർപെൻഡിക്കുലർ ടു 3x minus y plus 5 equals 0 and passing through 3, minus 2. അപ്പോൾ ഒരു ലൈൻ തന്നിട്ടുണ്ട്. ആ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറയുന്നത്. നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഏതൊരു ലൈനും ഒരു ലൈൻ തന്നാൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ലൈൻ തന്നാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈൻ്റെ ഇക്വേഷൻ bx മൈനസ് ay പ്ലസ് k ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് തന്ന ഇക്വേഷന് ആദ്യം a ഏതാ b ഏതാ എന്ന് എടുത്തെഴുതണം. a എന്ന് പറയുന്നത് എക്സിന് മുന്നിൽ വരുന്ന നമ്പറാണ്. ഒരിക്കലും ഇനിയിപ്പോൾ y ഓർഡർ മാറ്റിയിട്ട് തരികയാണ്. y പ്ലസ് 3x പ്ലസ് 5 ഈക്വൽ ടു 0 ആണെന്ന് തന്നാലും a എന്ന് പറയുന്നത് വൈൻ്റെ മുന്നിലുള്ള നമ്പർ അല്ല, എക്സിൻ്റെ മുന്നിൽ വരുന്ന നമ്പർ ഏതാണോ അതാണ് a എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 3 ആണ്. b എന്ന് പറയുന്നത് വൈന് മുന്നിൽ വരുന്ന നമ്പർ. അതിന് മുന്നിൽ വരുന്ന നമ്പർ ഇവിടെ -1 ആണ്. അപ്പോൾ ആ നമ്പേഴ്സ് നമ്മൾ എടുത്ത് എഴുതാം. a ഏതാ b ഏതാന്ന് എഴുതി. എന്നിട്ട് പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് bx മൈനസ് ay പ്ലസ് k ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് a ഏതാ b ഏതാ എന്നറിയാം. ഇനി ആ ഇക്വേഷനിൽ കൊടുത്താൽ മാത്രം മതി. ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് bx മൈനസ് ay പ്ലസ് k ഈക്വൽ ടു 0 ആണ്. ഇനി അതിൽ കൊടുത്താൽ നമുക്ക് വരുന്നത് ഇതാണ് നമുക്ക് കിട്ടുന്ന റിക്വയർഡ് ഇക്വേഷൻ. -x മൈനസ് 3y പ്ലസ് k. -x എന്തുകൊണ്ടാണ് വന്നത്? bx ആണ്. b എന്ന് പറയുന്നത് -1 ആണ്. -1 ഇൻറ്റു x എന്ന് പറയുന്നത് -x. ഇനി a എന്ന് പറയുന്നത് 3 ആണ്. മൈനസ് അവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ആണത്. മൈനസ് ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? 3 എന്ന് കൊടുത്തു. പ്ലസ് k അതുപോലെ തന്നെ എഴുതി. ഇനി കെയിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു പോയിൻ്റ് എക്സ്ട്രാ തന്നത്. ആ പോയിൻറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ 3, -2 ആണ്. നമുക്ക് ഇക്വേഷൻ കൊടുത്ത നമുക്ക് തന്ന ഇക്വേഷൻ അല്ല നമ്മളിപ്പോൾ
ഫൈനലായിട്ട് എഴുതിയ -x - 3y + k = 0. അവിടെ കൊടുത്താൽ നമുക്ക് -x എന്ന് പറയുന്നത് ഇവിടെ -x - 3y + k ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ -x എന്ന് പറയുന്നത് 3 ആണ്, x എന്ന് പറയുന്നത് -x എന്ന് പറയുന്നത് -3. ഇനി -3y എന്ന് വെച്ചാൽ -3 × y എന്ന് പറയുന്നത് ഇവിടെ -2 ആണ്. -3 × -2 + k = 0. ഇനി -3 മൈനസ് വന്ന പ്ലസ് ആണ്, അങ്ങനെയാണ് അവിടെ -3 + 6 + k = 0 എന്ന് പറയുന്നത് വന്നത്. ഇനി -3 + 6 എന്ന് പറയുന്നത് 3 ആണ്. 3 + k = 0. നമുക്ക് ഇനി കെൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ k എന്ന് പറയുന്ന ടേം അവിടെ തന്നെ വെച്ചിട്ട് 3നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അവിടെ +3 ആയിരുന്നു, സൈഡ് മാറ്റുമ്പോൾ പ്ലസ്സിലത് മൈനസാണ്. അപ്പോൾ അവിടെ k = -3 എന്ന് കിട്ടി. ഇനി കെൻ്റെ വാല്യൂ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഇക്വേഷനിൽ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റിക്വയർഡ് ലൈൻ ഈസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. -x - 3y - 3 = 0. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. രണ്ട് ലൈൻസിലെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ലൈൻസിനിടയിലുള്ള ആംഗിൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ രണ്ട് സ്ലോപ്പ് തന്നാൽ ആ രണ്ട് ലൈൻസിനിടയിലുള്ള ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് θ = tan ഇൻവേഴ്സ് മോഡുലസ് ഓഫ് m1 - m2. ഇവിടെ m1 m2 എന്ന് പറയുന്നത് നമുക്ക് തന്ന രണ്ട് സ്ലോപ്പുകളാണ്. m1 - m2 / 1 + m1 × m2. അത് രണ്ടും നമ്മളവിടെ എഴുതി. ഇനി m1 എന്ന് പറയുന്നത് √3 ആണ്, m2 എന്ന് പറയുന്നത് 1/√3 ആണ്. ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇക്വേഷനിൽ കൊടുത്തപ്പോൾ നമുക്ക് tan ഇൻവേഴ്സ് മോഡുലസ് ഓഫ് √3 - 1/√3. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇനി ചെയ്യേണ്ടത്. √3 - 1/√3. ഓക്കെ, ഒരു നമ്പറാണ്. അപ്പോൾ നമ്മൾ /1 എന്ന് കൊടുക്കും, എന്നിട്ട് ക്രോസ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കുറേ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ √3 × √3 എന്ന് പറയുന്നത് 3 ആണ്, മൈനസ് 1 × 1 1 തന്നെ. അപ്പോൾ 3 - 1 / 1 × √3 അതവിടെ എഴുതി. ഇനി ടാൻ ഇൻവേഴ്സ് താഴെ നമുക്ക് വരുന്നത് 1 + √3 × 1/√3 ഇങ്ങനെയാണ് വരുന്നത്. ഈ √3യും താഴെ വരുന്നത് 1 + √3 × 1/√3. √3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് അവിടെ 1 + 1 ആണ്. ഓക്കെ, അങ്ങനെയാണ് അവിടെ താഴെ 1 + 1 വന്നത്. ഇനി 1 + 1 2 ആണ്, അതവിടെ നമ്മൾ കൊടുത്തു. എന്നിട്ട് 3 - 1 എന്ന് പറയുന്നത് 2 ആണ്. ടാൻ ഇൻവേഴ്സ് 2/√3 / 2. അങ്ങനെ വരുമ്പോൾ 2ഉം 2ഉം ക്യാൻസലായി പോയി. ബാക്കി വരുന്നത് ടാൻ ഇൻവേഴ്സ് 1/√3. ടാൻ ഇൻവേഴ്സ് 1/√3ൻ്റെ വാല്യൂ 30 ആണ്. നമുക്ക് ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടേബിൾ വാല്യൂസ് അറിയാം. അങ്ങനെയാണ് അവിടെ 30 എന്ന് പറയുന്നത്. കാരണം എന്താ, ടാൻ 30ൻ്റെ വാല്യൂ 1/√3 ആണ്. അങ്ങനെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആംഗിളാണ്. ടാൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ ആംഗിളാണ്, അതുകൊണ്ടാണ് അവിടെ 30 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് 3 + i × 2 - i + 5 + 3i × -1 + i - 3 - 2i. അപ്പോൾ ഇത് ചെയ്യേണ്ട മെത്തേഡ് എന്ന് വെച്ചാൽ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. 3 + i × 2 - i മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ്റെ ഫോമിൽ യൂസ് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ വാല്യൂസ് എഴുതിയതിന് ശേഷം
ഒന്നെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സാധാ ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തൊരു ആൻസർ കിട്ടും. ഫസ്റ്റത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7 - i ആണ്. ഇനി അതിന് ശേഷം നമുക്ക് വരുന്ന ആൻസർ നമുക്ക് വരുന്നത് 5 + 3i × -1 + i. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ -8 + 2i. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ രണ്ട് വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 7 - i + -2 + 2i -8 + 2i. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ -1 + i എന്ന് കിട്ടും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ ഫോർമുല യൂസ് ചെയ്യാം, a + c + i × b + d. ഏത് ഫോർമുല വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിഷ്ടം പോലെ ഏതാണ് കൺവീനിയൻറ്റ് അതിനനുസരിച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അവിടെ -1 + i. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി ആ -1 + i സബ്ട്രാക്റ്റ് ചെയ്യണം. ഓക്കെ, സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സബ്ട്രാക്ഷനും ഒരു ഫോർമുല ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് സബ്ട്രാക്ഷനും ചെയ്യും. -1 + i -3 - 2i. നമുക്ക് -1 - 3 എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റുമോ അതെങ്ങനെയാണ് വന്നത്. നമുക്ക് ഫൈനൽ ആൻസർ പറയുന്നത് -4 + 3i ആണ്. ഓക്കെ, ഇനി കോംപ്ലക്സിൽ ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനും പിന്നെ 2 പോയിൻറ്റ്സ് തന്നാൽ ആ 2 പോയിൻറ്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഇക്വേഷൻ എഴുതാം. ഇപ്പോൾ 2 പോയിൻറ്റ്സ് തന്നാൽ ലൈൻ ഇക്വേഷൻ എഴുതാൻ നമുക്ക് 2 പോയിൻറ്റ് ഫോം എന്ന് പറയുന്നൊരു ഫോർമുലയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. y - y1 = y2 - y1 / x2 - x1 × x - x1. ഇതാണ് ഫോർമുല. x1ഉം y1ഉം x2ഉം y2 ഏതാണെന്ന് നോക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് y - 4 = 2/2 × x - 3. ഇവിടെ 2/2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും y - 4 = 1 × x - 3. ഇവിടെ 1 × x - 3 എന്ന് പറയുന്നത് ഏതൊരു നമ്പറും ഇൻറ്റു 1 എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ് കിട്ടുക. നമുക്കിവിടെ 1 × x - 3 എന്ന് പറയുന്നത് x - 3 തന്നെയാണ്. ഇനി y - 4 = x - 3 എന്ന് കിട്ടി. ഇനി നമുക്ക് =0 എന്ന് പറയുന്ന ഫോമിലോട്ടാക്കണം. ആ ഒരു രീതിയിലാണ് നമുക്ക് എഴുതുന്നത്. ഒന്നെങ്കിൽ റൈറ്റിലേക്കാക്കാം, എല്ലാ ടേംസും റൈറ്റിലേക്കാക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, 2 രീതിയിലും ഇവിടെ ചെയ്തിട്ടുണ്ട്. 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക അതെങ്ങനെയാണ് വന്നതെന്ന്. ഇനി ഇതിൽ വരുന്ന സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാം. 2 സ്ട്രെയിറ്റ് ലൈൻസ് വന്നിട്ടുണ്ട്, അതിൽ രണ്ടിൻ്റെയും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ആ ഒരു 2 ഇക്വേഷൻസ് എഴുതി. ഇപ്പോൾ y എന്ന് പറയുന്നത് 4 - 3ഉം y = 2 + 3. ഇതാണ് നമുക്ക് തന്ന 2 ലൈൻസ്. ഇനി നമ്മളതിനെ റീറൈറ്റ് ചെയ്യുക. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്പർ മാത്രം മതി =ൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് നമ്പർ മാത്രം മതി. ഇപ്പോൾ ഇവിടെ -x എന്ന് പറയുന്ന ടേമിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകും. മൈനസിലത് പ്ലസ് ആവും. അങ്ങനെയാണത് x + y = 4 ആയത്. ഓക്കെ, ഇനി ഇവിടെ 3 മാത്രം ഇവിടെ നിന്നാൽ മതി. 2xനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 2xനെ +2x ആയിരുന്നു, സൈഡ് മാറ്റുമ്പോൾ -2x. അതാണ് നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതിയത്. x + y = 4 -2x + y = 3. അങ്ങനെ രണ്ടും റീറൈറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡെൽറ്റ കാണണം, Δ1 കാണണം, Δ2 കാണണം. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിൽ ഡിറ്റർമിനൻ്റ് കാണാനാണ്. ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഫസ്റ്റിൽ വരുന്നത് 1ഉം രണ്ടാമതിൽ വരുന്നത് -2 ആണ്. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻസ് എഴുതിയതിന് ശേഷം സെക്കൻഡ് കോളത്തിൽ വരുന്നത് വൈൻ്റെ കോഎഫിഷ്യൻസ് ആണ്. വൈൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് വൈൻ്റെ മുന്നിലെ നമ്പറാണ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈൻ്റെ മുന്നിൽ ഇവിടെ 2ഉം 3ഉം ഒന്നല്ല, അപ്പോൾ
വേറൊരു നമ്പറും അല്ലെങ്കിൽ അതായത് അവിടെ വരുന്നത് 1 ആണ്. അപ്പോൾ 1ഉം 1ഉം എഴുതി. ഇനി ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ABCD. ഇതാണ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് A ഇൻറ്റു ഡി മൈനസ് B ഇൻറ്റു സി. ഇതാണ് ഡിറ്റർമിനൻ്റ് കാണാനുള്ള ഇക്വേഷൻ. A ഇൻറ്റു ഡി മൈനസ് B ഇൻറ്റു സി. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു -2. നമ്മളവിടെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 1 തന്നെ, മൈനസ് 1 ഇൻറ്റു -2 ആണ്. മൈനസും മൈനസും വരുമ്പോൾ പ്ലസ് ആയി. അതവിടെ നമ്മൾ എഴുതി. ഇതുപോലെ തന്നെ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 കാണാം. ഡെൽറ്റ 1 കാണുമ്പോൾ അതിലുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ ഫസ്റ്റ് കോളം നമ്മൾ മാറ്റി എഴുതുക. ഫസ്റ്റ് കോളം മാത്രം മാറ്റി എഴുതിയാൽ മതി. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ മാറ്റി എഴുതുമ്പോൾ നമ്മൾ അവിടെ എഴുതുന്ന നമ്പേഴ്സ് എന്ന് വെച്ചാൽ 4ഉം 3ഉം ആണ് നമ്മൾ മാറ്റി എഴുതുന്നത്. 4ഉം 3ഉം ഡെൽറ്റ 1 എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഫസ്റ്റ് കോളത്തിൽ 4ഉം 3ഉം എഴുതുക. സെക്കൻഡ് കോളം സെയിം തന്നെ. നമ്മൾ ഈ ഡെൽറ്റ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് കോളം മാറ്റിയിട്ട് 4ഉം 3 ആക്കുക. സെക്കൻഡ് സെയിം തന്നെ, ഒരു ചേഞ്ചും ഇല്ല. ഫസ്റ്റ് കോളം മാറ്റുക. അപ്പോൾ ഫസ്റ്റ് കോളം മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4ഉം 3ഉം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഡിറ്റർമിനൻ്റ് കാണും. ഇതാണ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ വാല്യൂസും കിട്ടി. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഡെൽറ്റ 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് കോളം ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് കോളം സെയിം തന്നെ, സെക്കൻഡ് കോളം നമ്മൾ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ ഡെൽറ്റ വെച്ചിട്ടാണ് നോക്കേണ്ടത്. സെക്കൻഡ് കോളം ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് കോളം സെയിം തന്നെ, സെക്കൻഡ് കോളത്തിൽ മാറ്റുക. സെക്കൻഡ് കോളം ഇവിടെ 1 1 ആണ്. അത് മാറ്റി വരുമ്പോൾ ഈ 4 3 എന്ന് പറയുന്ന ഈ നമ്പേഴ്സ് തന്നെ, സെയിം നമ്പേഴ്സ് തന്നെ അവിടെയും കൊടുക്കുക. ഫസ്റ്റ് കോളം സെയിം, ഫസ്റ്റ് കോളം സെയിം ആണ്. സെക്കൻഡ് കോളം മാത്രം ചേഞ്ച് ചെയ്യാം. അപ്പോൾ സെയിം ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്ത് എഴുതിയിട്ട് വീണ്ടും അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡെൽറ്റയും ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി ഡെൽറ്റയും ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ഇതിൻ്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ 1/Δ. ഡെൽറ്റ 1 എന്ന് പറയുന്നത് 1 ആണ് കിട്ടിയത്. അപ്പോൾ 1/3 എന്ന് വരും. ഇനി y എന്ന് പറയുന്നത് ഡെൽറ്റ 2/Δ ആണ്. അപ്പോൾ 11/3 എന്ന് വരും. ഇനി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്. അപ്പോൾ x, y ഈ ഒരു രീതിയിലാണ് ഒരു പോയിൻ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 1/3 എന്ന് കൊടുക്കുക, വൈൻ്റെ സ്ഥാനത്ത് 11/3. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തന്നിട്ട് നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗ്നോമെട്രിയാണ്. ട്രിഗ്നോമെട്രിയിൽ വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയൻ, അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 45 ഇൻറ്റു π/180 അതാണ് നമ്മൾ ചെയ്യുന്നത്. 45ഉം 1/180 ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്നത് അവിടെ 4 ആണ്. π/4 റേഡിയൻ ആണ് 45 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ഇവാലുവേറ്റ് sin 30 പ്ലസ് cos 60. അപ്പോൾ sin 30ൻ്റെ വാല്യൂ 1/2 ആണ്, cos 60ൻ്റെ വാല്യൂ 1/2 ആണ്. വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിൽ കൊടുക്കാം. ഇനി ഫ്രാക്ഷൻസ് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആ ഡിനോമിനേറ്റർ ആദ്യം എഴുതാം. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആദ്യം ഡിനോമിനേറ്റർ എഴുതാം. ഇനി ന്യൂമറേറ്റ് വരുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്തത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് സമയം കളയരുത്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2/2 1 തന്നെ. ഇനി sin a + bയുടെ ഫോർമുല ഏതാണ് പറയുന്നത്? sin a cos b + cos a sin b നമുക്ക് അറിയുന്നതാണ്. ഇനി ഇവാലുവേറ്റ് cos 330 - sin 120. cos 330 എന്ന് പറയുന്നത്
19നെക്കാളും മുകളിലുള്ള വാല്യൂ ആണ്. 19ന് മുകളിലുള്ള വാല്യൂസ് വരുമ്പോൾ ആംഗിൾസ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് 19 മൾട്ടിപ്ലൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 19 മൾട്ടിപ്ലൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് 360 മൈനസ് 30. 360 എന്ന് പറയുന്നത് 19 മൾട്ടിപ്പിൾ ആണ്. 90 × 4 ആണ് 360. അവിടെ 4 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പറാണ് വന്നതെങ്കിൽ കോസ് തന്നെയാണ്. ഓക്കെ, കോസ് തന്നെയാണ്. കോസിന് എഴുതി. എന്നിട്ട് അവിടെ വരുന്ന തീറ്റ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ തീറ്റ. കോസിൻ്റെ കൂടെ അത് എഴുതി. എന്നിട്ട് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈവൻ ആണോ ഓഡാണോ നോക്കി. ഈവൻ ആണോ ഓഡാണോ നോക്കിയതിന് ശേഷം പിന്നെ ചെയ്യുന്നത് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം. പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുമ്പോൾ ഏതൊക്കെ ഓർഡർ ഉണ്ടെന്ന് നോക്കണം. 360 മൈനസ് 30. ഓക്കെ, 360 മൈനസ് 30 ആണ്. ഇതാണ് 360. മൈനസ് വരുമ്പോൾ സെയിം തന്നെ. ഓക്കെ, മൈനസ് വരുമ്പോൾ സെയിം തന്നെ, ഒരു ചേഞ്ചും ഇല്ല, സെയിം ക്വാഡ്രൻ്റ് തന്നെ. അപ്പോൾ 4th ക്വാഡ്രൻറ്റിൽ കോസ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവാണ്. കോസ് പോസിറ്റീവാണ്. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് ആണ്. നമ്മളവിടെ കോസ് 30ൻ്റെ വാല്യൂ √3/2. ഇനി sin 120ൻ്റെ വാല്യൂ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്താൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് 180 മൈനസ് 60 അല്ലെങ്കിൽ 90 + 30 ഏത് രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ഏതാണോ അതിനനുസരിച്ച് ചെയ്യാം. ഓടാണെങ്കിൽ സൈൻ കോസ് ആവുന്നത് മറക്കരുത്. ഈവൻ ആണെങ്കിൽ സൈൻ തന്നെ, കോസ് തന്നെ, ടാൻ തന്നെ. ഓടാണെങ്കിൽ സൈൻ കോസ് ആവും, കോസ് സൈൻ ആവും, ടാൻ കോട്ടാവും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഓരോന്നിൻ്റെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ √3/2 മൈനസ് √3/2 എൻ്റെ വാല്യൂ 0 ആണ്. ഇനി sin 35 പ്ലസ് sin 25 ഡിഗ്രി എന്ന് പറയുന്നത് cos 5 പ്രൂവ് ചെയ്യണം. ഇവിടെ ഈ പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് cos 5 ആണ്. ആ കിട്ടുന്ന ആ ഒരു വഴിയാണ് നമ്മൾ കാണിക്കുന്നത്. എങ്ങനെ അതിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നു, ആ ഒരു സ്റ്റെപ്സാണ് നമ്മൾ പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റ് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ്. അത് cos 5 തന്നെയാണ് ഇതിൻ്റെ ഉത്തരം നമ്മൾ പ്രൂവ് ചെയ്യുകയാണ്. അതാണ് ഈ ഷോ ദാറ്റ്, പ്രൂവ് ദാറ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ cos 5 ആണ്. അപ്പോൾ അത് cos 5ലേക്ക് എത്തിക്കാൻ ഏത് ഫോർമുലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതാണ് അവിടെ നിങ്ങൾ ട്രിക്ക് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ പഠിച്ച ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് ഏത് സിറ്റുവേഷനിലാണ് ഇത് ആപ്റ്റ് ചെയ്യുക എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ sin 35 പ്ലസ് sin 25 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് ഒറ്റൊരു രീതിയിൽ മാത്രമേ ഉള്ളൂ. അതായത് sin A + sin B. ഈ ഒരു ഫോർമുല മാത്രമാണ് നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന രൂപത്തിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ sin A + sin Bൻ്റെ ഫോർമുല നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിവിടെ വെച്ചിട്ട് A എന്ന് പറയുന്നത് ഇവിടെ 35 ആണ്, B എന്ന് പറയുന്നത് 25 ആണ്. ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 60/2 സൈൻ ഒക്കെ അതുപോലെ എഴുതണം, അതിനൊന്നും ഒരു ചേഞ്ചും ഇല്ല. 2 sin 60/2 cos 10/2 രണ്ടും ഇവിടെ കൊടുത്തു. രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ 2 × sin 30 cos 5. ഇനി cos 5ൻ്റെ വാല്യൂസ് ഒന്നും കൊടുക്കണമെന്ന് നോക്കുക. ആൻസറിൽ cos 5 എന്ന് പറഞ്ഞ ടേം ഉണ്ട്, അപ്പോൾ അതിനൊന്നും ചെയ്യരുത്, അത് അതുപോലെ തന്നെ വയ്ക്കുക. ഇനി sin 30ൻ്റെ വാല്യൂ 1/2 ആണ്, അതവിടെ കൊടുത്തു. 2ഉം 2ഉം ക്യാൻസലായി, ബാക്കി വരുന്നത് cos 5. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ട്രിഗ്നോമെട്രിയിൽ വരുന്നതാണ്. sin Aൻ്റെ വാല്യൂ 3/5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ cos Aയും tan Aയും കണ്ടുപിടിക്കാം. sin A തന്നാൽ cos കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് sin² A പ്ലസ് cos² A = 1. ഈ ഒരു ഐഡൻറ്റിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും cos² A എന്താണെന്ന്. അപ്പോൾ cos A എന്ന് പറയുന്നത് √1 - sin². അപ്പോൾ cos എന്ന് പറയുന്നത് sin Aൻ്റെ വാല്യൂ 3/5 ആണ്, അവിടെ കൊടുക്കുക. അപ്പോൾ √1 - 3/5 ഇനി 3ൻ്റെ സ്ക്വയർ 9 ആണ്, 5ൻ്റെ സ്ക്വയർ 25 ആണ്. അങ്ങനെ കൊടുത്തു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ /1 എന്ന് കൊടുത്തു. 1 × 25 25 മൈനസ്, അവിടെ മൈനസ് ആണ്, അതുകൊണ്ടാണ് അവിടെ മൈനസ് ഇട്ടത്. ഇനി 1 × 9 9 തന്നെ, ഡിവൈഡഡ് ബൈ 1 × 25 25 തന്നെ. 25 - 9 എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ നമുക്ക് √16/25 എന്ന് പറയുന്നത് 4/5 കിട്ടും. അപ്പോൾ സൈനും കോസും കിട്ടിയാൽ നമുക്ക് ടാൻ എഴുതാൻ സിമ്പിളാണ്. sin A / cos A ആണ് ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ 3/5 ഡിവൈഡഡ് ബൈ 4/5 ചെയ്താൽ ഫൈനൽ ആൻസർ ടാൻ എന്ന് പറയുന്നത് 3/4.
അപ്പോൾ tan A ൻ്റെ വാല്യൂ 3/4 എന്ന് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇനി പ്രൂവ് ദാറ്റ്, അടുത്തതൊരു പ്രൂവ് ദാറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ്. കോസിക് തീറ്റ ഡിവൈഡഡ് ബൈ കോസിക് തീറ്റ -1 പ്ലസ് കോസിക് തീറ്റ ഡിവൈഡഡ് ബൈ കോസിക് തീറ്റ +1 ഈക്വൽ ടു 2 sec സ്ക്വയർ തീറ്റ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ ചെയ്യേണ്ടത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ കോസിക് തീറ്റ ഇൻറ്റു കോസിക് തീറ്റ +1. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരൊറ്റ ടേമാണ്, ഇതും ഒരൊറ്റ ടേമാണ്. അതാണ് കോസിക് തീറ്റ ഇൻറ്റു താഴെ വരുന്ന ആ മൊത്തം ടേം, അതാണ് ബ്രാക്കറ്റ് കൊണ്ട് നമ്മൾ ഇട്ടത് അവിടെ, പ്ലസ് കോസിക് തീറ്റ ഇൻറ്റു കോസിക് തീറ്റ -1. ഈ കോസിക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കോസിക് തീറ്റ ഇൻറ്റു കോസിക് തീറ്റ പ്ലസ് കോസിക് തീറ്റ ഇൻറ്റു 1. അതുപോലെ ഇവിടെയും ചെയ്യാം. അതുപോലെ നമ്മൾ ഈ സൈഡിലും ചെയ്താൽ കോസിക് തീറ്റ ഇൻറ്റു കോസിക് തീറ്റ മൈനസ് കോസിക് തീറ്റ, -1 ഇൻറ്റു കോസിക് തീറ്റ മൈനസ് കോസിക് തീറ്റ. ഇനി കോസിക് തീറ്റ ഇൻറ്റു കോസിക് തീറ്റ കോസിക് സ്ക്വയർ തീറ്റ സ്ക്വയർ വരും. ഇനി പ്ലസ് കോസിക് തീറ്റ പ്ലസ് കോസിക് സ്ക്വയർ തീറ്റ മൈനസ് കോസിക് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇവിടെ കോസിക് സ്ക്വയർ തീറ്റ പ്ലസ് കോസിക് തീറ്റ പ്ലസ് കോസിക് സ്ക്വയർ തീറ്റ മൈനസ് കോസിക് തീറ്റ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ കോസിക് തീറ്റയും മൈനസ് കോസിക് തീറ്റയും ക്യാൻസലായി. ബാക്കി വരുന്നത് 2 കോസിക് സ്ക്വയർ തീറ്റയാണ്. ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് 2 കോസിക് സ്ക്വയർ തീറ്റ. ഓക്കെ, 2 കോസിക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ, ഇനി താഴെ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് a+b × a - b എന്ന് പറയുന്നത് എന്താണ്, a² - b². ഇവിടെ a എന്ന് പറയുന്നത് കോസിക് തീറ്റയാണ്, b എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് വരുന്നത് കോസിക് സ്ക്വയർ തീറ്റ -1. ഇനി നമുക്കറിയുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് 1 പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു കോസിക് സ്ക്വയർ തീറ്റ. അതിൽ നിന്ന് കോഡ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസിക് സ്ക്വയർ തീറ്റ -1 എന്ന് കിട്ടും. ഇനി കോഡ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം കോസിക് സ്ക്വയർ തീറ്റ -1 എന്ന് പറയുന്നതിന് പകരം നമ്മളവിടെ കോഡ് സ്ക്വയർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 കോസിക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോഡ് സ്ക്വയർ തീറ്റ. ഇനി കോസിക് തീറ്റ എന്ന് പറയുന്നത് 1/sin തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ കോസിക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 2 × 1/sin സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോഡ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റയാണ്. പിന്നെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന് സ്ക്വയർ ഉണ്ടായിരിക്കും. ഇനി സൈൻ സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്നത് 2 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ. 1/cos തീറ്റ എന്ന് പറയുന്നത് സീക് തീറ്റയാണ്. അങ്ങനെ ഇവിടെ നമുക്ക് കിട്ടും 2 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 2 sec സ്ക്വയർ തീറ്റ. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഫൈനൽ ആൻസർ കിട്ടുന്നത് 2 sec സ്ക്വയർ തീറ്റ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുകയാണ്. പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ ഫൈനൽ ആൻസർ നമുക്ക് അതാണെന്ന് തന്നിട്ടുണ്ട്, നമ്മളത് പ്രൂവ് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കിട്ടുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2022 ട്രിഗ്നോമെട്രി വരുന്നത് ഈ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയുള്ളൂ. ഇത് നമ്മൾ പലതവണയായിട്ട് പല എക്സാംസിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് കോൺവേഴ്സ് പ്രോഡക്റ്റ് ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. കോൺവേഴ്സ് പ്രോഡക്റ്റ് ഫോർമുല ഇവിടെ 4 ടേം ഉണ്ട്. 4 ടേംസ് വെച്ചിട്ട് കോൺവേഴ്സ് പ്രോഡക്റ്റ് ഫോർമുല ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ 2 വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തു ആദ്യം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് cos 20 cos 40 അതിൻ്റെ പ്രോഡക്റ്റ് ഫോമിൽ അപ്ലൈ ചെയ്തു. ഇതാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, ഇനി cos 16ൻ്റെ വാല്യൂ നമുക്കറിയാം, അതാണ് 1/2 എന്ന് കൊടുത്തത്. ഇനി ഓരോന്നിൻ്റെ ആഡ് ചെയ്തു. cos 20 + 40 എന്ന് പറയുന്നത് cos 60 ആണ്. ഇനി cos 20 - 40 എന്ന് പറയുന്നത്
കോസ് -20 ആണ്. കോസ് -20 എന്ന് പറയുന്നത് കോസ് 20 തന്നെയാണ്. ഓക്കെ, കോസ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ആയതുകൊണ്ട് കോസ് -20 കോസ് 20. ഓക്കെ, അങ്ങനെ എഴുതി. ഇനി അവിടെ 1/2 ഇൻറ്റു കോസ് 80 അതുപോലെ എഴുതി, ഒരു ചേഞ്ചും ഇല്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് 1/2 ഇൻറ്റു കോസ് 16ൻ്റെ വാല്യൂ 1/2 ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വീണ്ടും സെയിം തന്നെ, ബാക്കിയുള്ളതും അതേപോലെ തന്നെ എഴുതി. ഇനി നെക്സ്റ്റ് വരുന്നത് ഇവിടെ 1/2നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1/2 ഇൻറ്റു 1/2 1/4 പ്ലസ് 1/2 ഇൻറ്റു കോസ് 20. ഓക്കെ, അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉണ്ട് ഒരു ടേം പുറത്തിരിക്കുന്നു. അത് നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പുറത്ത് നമുക്ക് 1/2 ഇൻറ്റു കോസ് 80 എന്ന് പറയുന്ന ടേം ഉണ്ട്. അതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/4 ഇൻറ്റു 1/2 ഇൻറ്റു കോസ് 80 എന്ന് പറയുന്നത് 1/8 കോസ് 80 എന്ന് കിട്ടും. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്യാം. ഇവിടെ വീണ്ടും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ വീണ്ടും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് വരുന്നത് 1/2 ഇൻറ്റു കോസ് 20 പ്ലസ് 80 പ്ലസ് കോസ് 20 മൈനസ് 80. അപ്പോൾ ഇവിടെ 1/4 ഇൻറ്റു 1/2 എന്ന് പറയുന്നത് 1/8 ആണ്. കോസ് 20 പ്ലസ് 80 എന്ന് പറയുന്നത് കോസ് 100 ആണ്. ഇനി 20 മൈനസ് 80 എന്ന് പറയുന്നത് കോസ് -60 ആണ്. -60 എന്ന് പറയുന്നത് 60 തന്നെ, അങ്ങനെ നമ്മൾ എഴുതി. ഇനി 100 എന്ന് പറയുന്നത് 90ന് മുകളിലുള്ള ആംഗിളാണ്, അതുകൊണ്ട് 180 മൈനസ് 80 നമ്മൾ എഴുതി. ക്വാഡ്രൻ്റ് വെച്ച് നോക്കുക. അങ്ങനെ നമ്മളത് -1/8 ഇൻറ്റു കോസ് 80 കിട്ടി. കോസ് 180 മൈനസ് 80 എന്ന് പറയുന്നത് അവിടെ ഈവൻ ആണ്. ഈവൻ ആയതുകൊണ്ട് കോസ് 80 എന്ന് വരും. ഇനി ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. 180 മൈനസ് 80, 180 ഇതാണ്, മൈനസ് ആകുമ്പോൾ സെയിം തന്നെ. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ കോസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ കോസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത്. അപ്പോൾ മൈനസ് വന്നപ്പോൾ നമുക്ക് ആ രണ്ട് ടേംസ് ക്യാൻസലായി, ബാക്കി വന്നത് 1/60. ഓക്കെ, ഇത്രയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2022 ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ സോർട്ട് ചെയ്തിട്ടില്ല, ഡയറക്റ്റായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും താഴെ ആൻസർ ചെയ്തിട്ടുള്ളതാണ്. കോംപ്ലക്സ് നമ്പേഴ്സും ട്രിഗ്നോമെട്രിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ചെയ്തതാണ്. ഒരു കോംപ്ലക്സ് നമ്പറിനെ കോൺജുഗേറ്റ് ചെയ്താണ് a+ib ആണ് ഒരു കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് a - ib. അപ്പോൾ ഇവിടെ വരുന്ന കോംപ്ലക്സ് നമ്പർ 4 + 3 ആണ്. ഇതിൻ്റെ കോൺജുഗേറ്റ് 4 - 3 ആയി. ഇനി റൈറ്റ് ഇക്വേഷൻ ടു എ സ്ട്രെയിറ്റ് ലൈൻ. സ്ലോപ്പ് തന്നിട്ടുണ്ട്, y ഇൻ്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ 2022 വന്ന സെയിം പാറ്റേൺ തന്നെയാണ്, വാല്യൂസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. നമ്മളവിടെ കൊടുക്കുമ്പോൾ എമ്മിന് 1/2ഉം സിക്ക് -3ഉം കൊടുക്കുമ്പോൾ 1/2 ഇൻറ്റു എക്സ് പ്ലസ് -3 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ ചെയ്യുന്നത് x/2 - 3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. x × 1 2 × 3 അതാണ് അവിടെ. x - 6/2 × 1 x - ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതാണ് ബൈ 1 കൊടുത്തിട്ട്. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ y = x - 6/2 ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഒന്നെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ =0 എന്ന് പറയുന്ന ഫോമിലോട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ y-നെ, ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയത് y = x - 6/2 ആണ്. 2നെ y-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, നമുക്ക് 2y = x - 6 എന്ന് കിട്ടും. ഇനി ബാക്കി ചെയ്യേണ്ടത് =0 ആക്കാൻ വേണ്ടിയിട്ട്
എല്ലാ ടേംസും ഒരു സൈഡിലോട്ടാക്കാം. ഓക്കെ, ഫൈനൽ ആൻസർ എക്സ് മൈനസ് 2y മൈനസ് 6 ഈക്വൾ 0. ഇവിടെ ഞാൻ ചെയ്തത് 2y റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി, അതാണ് ചെയ്തത്. 2y റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയപ്പോൾ പ്ലസ് 2y ഉള്ളത് മൈനസ് 2y ആയി. അങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒന്നെങ്കിൽ 2y റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എക്സ് മൈനസ് 6 എന്ന് പറയുന്ന കംപ്ലീറ്റ് ടേമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് മൈനസ് 6 കൊണ്ടുവരുമ്പോൾ എക്സിലത് മൈനസ് 6 ആവും, മൈനസ് 6 പ്ലസ് 6 ആവും. അപ്പോൾ മൈനസും പ്ലസ്സും മാറിപ്പോകരുത്. ഇനി ഈ വാല്യൂ ടാൻ സ്ക്വയർ 60 പ്ലസ് ടാൻ സ്ക്വയർ 45 ആണ്. വാല്യൂസ് എടുത്ത് എഴുതാം, സ്ക്വയർ ചെയ്യുക, ഫൈനൽ ആൻസർ എഴുതാം. ഇനി ടാൻ എ പ്ലസ് ബിൻ്റെ ഫോർമുല എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ ടാൻ എ പ്ലസ് ബി എന്താണ് അതിൻ്റെ ഫോർമുല നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ അതിൻ്റെ ആ ഫോർമുല എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി റൈറ്റ് എക്സ്പ്രഷൻ ഫോർ സൈൻ 3a. സൈൻ 3ൻ്റെ എക്സ്പ്രഷൻ സൈൻ 3a എന്ന് പറയുന്നത് ഈ ഒരു മൾട്ടിപ്പിൾ ആംഗിൾസ് വരുന്നതാണ് സൈൻ 3 ഒക്കെ. അപ്പോൾ അതിൽ നമ്മൾ ഫോർമുല എഴുതിയിട്ടുണ്ട്. 3 sin a മൈനസ് 4 sin cube a. ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് ഇതെല്ലാം. ഇനി പാർട്ട് ബിയിൽ വരുന്നതാണ് ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് find the modulus and amplitude of 1 plus root 3a. അപ്പോൾ z is equal to 1 plus root 3a. mod z എന്ന് പറയുന്ന റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു റൂട്ട് 3 ആണ് വരുന്നത്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് 3ൻ്റെ സ്ക്വയർ 3 ആണ്. ഇത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ റൂട്ടും സ്ക്വയർ ഒരുമിച്ച് വന്നാൽ അത് ക്യാൻസലായിട്ട് പോയിട്ട് ആ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ റൂട്ട് 3ൻ്റെ സ്ക്വയർ എപ്പോഴും 3 ആണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി 4ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഇനി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് പോളാർ ഫോമാണ്. പോളാർ ഫോം എഴുതുമ്പോൾ z ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ആ ഇക്വേഷൻ എഴുതാൻ മറക്കരുത്. z ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇവിടെ r എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ആ മോഡുലസ് വാല്യൂ തന്നെയാണ് ഇവിടുത്തെ r. അപ്പോൾ r വേറെ കണ്ടുപിടിക്കേണ്ടതില്ല. ഇത് r എന്ന് പറയുന്ന ആ മോഡുലസ് വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. തീറ്റ നമ്മൾ കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ്. അതിവിടെ കൊടുത്തു. ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ആണ്. റൂട്ട് 3 എന്ന് കൊടുത്തു. റൂട്ട് 3/1 റൂട്ട് 3 തന്നെ. അതിൻ്റെ വാല്യൂ 60 ആണ്. ഒന്നെങ്കിൽ വാല്യൂ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ആ ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 തന്നെ കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇങ്ങനെ എഴുതിയാലും ഓക്കെയാണ്, ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ 2 ഇൻറ്റു കോസ് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 പ്ലസ് ഐ സൈൻ ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 ഇങ്ങനെ എഴുതണം. ഓക്കെ, ഇത്ര എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എഴുതാൻ അത്രയേ ഉള്ളൂ. ഇനി 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിൻറ്റ്സ് തന്നാൽ ആ 2 പോയിൻറ്റ്സിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ് പറയുന്നത്. 2 പോയിൻറ്റ്സ് തന്നാൽ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാൻ ഫോർമുല y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. അപ്പോൾ x1ഉം y1ഉം x2 y2 എല്ലാം ഏതൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് ആ ഇക്വേഷനിൽ കൊടുത്താൽ മതി. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് y മൈനസും പ്ലസ് ആയതാണ് y പ്ലസ് 1. ഇനി 4/-8 ഈ താഴെ വരുന്ന നമ്പറിനെ y പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. y പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ -8 ഇൻറ്റു y പ്ലസ് 1 ഈക്വൽ ടു 4 ഇൻറ്റു x മൈനസ് 2. ഇനി -8 വേണ്ടി ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -8y മൈനസ് 8 എന്നാവും. -8y മൈനസ് 8 എന്ന് കിട്ടി ഈക്വൽ ടു 4 ഇൻറ്റു x 4x മൈനസ് 4 ഇൻറ്റു 2 എന്നാണ് അവിടെ 8 എന്ന് വന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സൈഡിലോട്ടാക്കാം. അപ്പം ഞാനിവിടെ ചെയ്തത് ഇത്രയും ടേംസിനെ ഈ ടേംസിനെ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഈ ടേംസിനെ മൊത്തം ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. -8y ഉള്ളത് +8y ആയി, -8 ഉള്ളത് +8 ആയി. പിന്നെ ബാക്കി വരുന്നത് ഈ -8ഉം അതാണ് ഇവിടെ ഉള്ളത്.
അപ്പം -8y ഉള്ളത് ഇങ്ങോട്ട് പോയപ്പോൾ +8y ആയി. -8 ഉള്ളത് പോയപ്പോൾ സൈഡ് മാറ്റിയപ്പോൾ +8 ആയി. അതാണ് എഴുതി വെച്ചത്. ഇനി +8ഉം -8ഉം വന്നാൽ അത് ക്യാൻസലായിട്ട് പോവും. ബാക്കി വന്നത് 4x + 8y. ഇനി ടാൻ തീറ്റേൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്നത് അക്യൂട്ടാന്ന് പറഞ്ഞിട്ട്. അക്യൂട്ട് എന്ന് വെച്ചാൽ ചെറിയൊരു ആംഗിൾ. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റയും കോസ് തീറ്റേൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ടാൻ തീറ്റ തന്നാൽ ടാൻ തീറ്റ ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 + tan² തീറ്റ = 6² തീറ്റ. ഇതാണ് നമുക്ക് ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് മൈൻഡിലേക്ക് വരുന്ന ഫസ്റ്റ് ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ 1 + tan² തീറ്റ = 6² തീറ്റ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ സീക്ക് തീറ്റേൻ്റെ വാല്യൂ √10 എന്ന് കിട്ടും. ഇനി സീക്ക് കിട്ടിയാൽ കോസ് ചെയ്താൽ നമുക്ക് എളുപ്പമാണ്. കാരണം കോസ് തീറ്റ എന്ന് പറയുന്നത് സീക്കിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് 1/6 തീറ്റയാണ്. അപ്പോൾ 1/√10 എന്ന് കിട്ടും. ഇനി കോസ് കിട്ടിയാൽ സൈൻ എഴുതാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √1 - cos² തീറ്റ. നമുക്ക് കോസിൻ്റെ വാല്യൂ 1/√10 ആണ്. (1/√10) ആണ് കോസിൻ്റെ വാല്യൂ. അതിനെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്നതാണ് 1/10. ഡയറക്റ്റായിട്ട് ഇവിടെ എഴുതിയതാണ്. സോ √1 - 1/10 കിട്ടും. ഇനി വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ബൈ 1 കൊടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 × 10 10 - 1 × 1 അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതാണ്. ബാക്കി ഫൈനൽ ആൻസർ വരുന്നത് √9/10. 9ൻ്റെ റൂട്ട് എന്നത് 3 ആണ്. 10 പെർഫെക്റ്റ് റൂട്ട് ഇല്ല, അതുകൊണ്ട് √10 കിട്ടും. അല്ലെങ്കിൽ ഈ ഫോമുല അല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാമെന്ന് വെച്ചാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ഈ സൈൻ തീറ്റേൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ സൈൻ തീറ്റേൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കോസ് തീറ്റേനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, കോസ് തീറ്റേനെ ടാൻ തീറ്റേനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ടാൻ തീറ്റേൻ്റെ വാല്യൂ 3 ആണ്. കോസ് തീറ്റേൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1/√10. രണ്ട് രീതിയിലും ചെയ്യാം. ഏതാ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് അതിനനുസരിച്ച് ചെയ്യും. അതായത് ഇവിടെ a/b = c/d ആണെങ്കിൽ AD = BC ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ = ടാൻ തീറ്റ ബൈ 1 ഇങ്ങനെയാണല്ലോ. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ × 1 = എന്താവും? ടാൻ തീറ്റ × കോസ് തീറ്റ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെയിം ആൻസർ തന്നെ കിട്ടും. ഇനി ടാൻ എയുടെ വാല്യൂ 1/2 തന്നിട്ടുണ്ട്. ടാൻ ബീൻ്റെ വാല്യൂ 1/3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a + b എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ ടാൻ a + b ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. a + b എന്ന് പറയുന്നത് 45 ആണ് കാണുന്നതെങ്കിൽ ടാൻ a + b എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ക്വസ്റ്റ്യനിൽ a - b = 45 കാണാനാണ് പറഞ്ഞതെങ്കിൽ ടാൻ a - b കാണണം. ഓക്കെ, ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ഫോർമുലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂസ് ചെയ്ത്. ഇവിടെ ടാൻ a + b ആണ് കാണുന്നത്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ടാൻ a = 1/2 ടാൻ b = 1/3 എയും ബിയും അക്യൂട്ട് ആംഗിൾസ് ആണ്. a + b എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാൻ a + b എന്ന് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് a - b = 45 എന്നാണ് തന്നതെങ്കിൽ നമ്മളവിടെ കാണേണ്ടത് ടാൻ a - b അതാണ് നമ്മളോട് കാണേണ്ടത്. അപ്പോൾ ഇവിടെ തന്നത് a + b ആയതുകൊണ്ട് ടാൻ a + bൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തു. എന്നിട്ട് ഓരോന്നിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇനി മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, താഴെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട്
ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 ഇൻറ്റു 1 1 തന്നെ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യരുത്. 1 ഇൻറ്റു 1 1 തന്നെ, 2 ഇൻറ്റു 3 6. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യരുത്, ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഇനി അവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം വീണ്ടും താഴെ ഡിനോമിനേറ്ററിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, അത് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 മൈനസ് 1/6 ആണ്. അപ്പോൾ ഒരു ബൈ 1 കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഒരു ബൈ 1 കൊടുത്തു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. പിന്നെ ബാക്കി വരുന്നത് ഇവിടെ ഇത് രണ്ടും ക്യാൻസലായിപ്പോയി, ബാക്കി വരുന്നത് 1 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 1 എന്നിട്ട് ഇപ്പോൾ tan a + bൻ്റെ വാല്യൂ 1 നിർത്തി. tan a + b 1 ആയതാൽ a + b എന്തായേ പറ്റുള്ളൂ, 45 ഡിഗ്രി ആയേ പറ്റുള്ളൂ. കാരണം tan 45 ഡിഗ്രീൻ്റെ വാല്യൂ ആണ് 1 എന്ന് പറയുന്നത്. അതുകൊണ്ട് a + b എന്തായേ പറ്റുള്ളൂ, 45 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് സൈനീൻ്റെ വാല്യൂ 0.6 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ sin 2a എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ sin 2a ഇതെല്ലാം മൾട്ടിപ്പിൾ ആംഗിൾസിൽ വരുന്നതാണ്. അപ്പോൾ sin 2a എന്ന് പറയുന്നത് 2 sin a cos a. sin 2aക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് 2 sin a cos aയും ഒന്ന് 2 tan a ഡിവൈഡഡ് ബൈ 1 + tan square a. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇക്വേഷനാണ്. കാരണം എന്താ, നമുക്ക് തന്നത് ക്വസ്റ്റ്യനിൽ തന്നത് sin aൻ്റെ വാല്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്തത്. sin aൻ്റെ വാല്യൂ തന്നതുകൊണ്ട് 0.6 ആണ് നമുക്ക് തന്നത്. അപ്പോൾ നമുക്ക് sin 2a കാണാനുള്ള ഒരേ ഒരു ഓപ്ഷൻ ഫസ്റ്റ് ഫോർമുല വെച്ച് ചെയ്യാനാണ്. അപ്പോൾ sin 2a എന്ന് പറഞ്ഞാൽ 2 sin a cos a. അപ്പോൾ sin aൻ്റെ വാല്യൂ നമുക്കറിയാം, പക്ഷേ cos aൻ്റെ വാല്യൂ നമുക്കറിയില്ല. പക്ഷേ cos aൻ്റെ വാല്യൂ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √1 - sin square a ആണ്. sin aൻ്റെ വാല്യൂ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1 - 0.6 ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ ചെയ്യാൻ, അല്ലെങ്കിൽ വാല്യൂ മാറും. അപ്പോൾ 0.6, അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് 0.6ൻ്റെ സ്ക്വയർ കാണാം. സ്ക്വയർ കണ്ടതിന് ശേഷം √1 - 0.36. ഫൈനൽ ആൻസർ വരുന്നത് √0.64 ആണ്. ഇതിൻ്റെ ആൻസർ 0.8 കിട്ടി. അപ്പോൾ കോസൈൻ്റെ വാല്യൂം കിട്ടി, സൈനിൻ്റെ വാല്യൂം കിട്ടി. sin 2a എന്ന് പറയുന്നത് 2 sin a cos a ആണ്. അപ്പോൾ 2 × 0.6 × 0.8 എന്ന് പറയുന്നത് 0.96 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി പാർട്ട് സിയിൽ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ നേരത്തെ 2022 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ കണ്ടു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സാധാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ഈസി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ഫോർമുല ആണെങ്കിൽ സിമ്പിളാണ്, വേറെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് ആ ഫോർമുലയിലെ വാല്യൂസ് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഏതാണോ ഈസി അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 + 3i × 1 - 4i ആണ്. എയും ബിയും സിയും ഡിയും എല്ലാം എടുത്ത് എഴുതി, എന്നിട്ട് ആ ഫോർമുലയിൽ കൊടുത്തു. ഫൈനൽ ആൻസർ വരുന്നത് 14 - 5i. ഇത് തന്നെയാണ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലും കിട്ടുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനും മൾട്ടിപ്ലൈ ചെയ്യാനായിരുന്നു. ഇത് 7 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് സിമ്പിളാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നെങ്കിൽ ഫോർമുല വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി വരുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈനിന് പാരലായിട്ടൊരു ലൈൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറയുന്നത്. നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ലൈനും ax + by + c എന്ന് പറയുന്ന ഏതൊരു ലൈനും അതിന് പാരലായിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ax + by + k = 0. അതായത് ഒരു ലൈൻ തന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ആ കോൺസ്റ്റൻറ്റ് മാത്രമേ മാറുള്ളൂ, ബാക്കി എയും ബി എല്ലാം സെയിം ആണ്. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് k എന്ന്. ഓക്കെ, അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ പാരലലോട്ടാണ് മാറ്റുന്നതെങ്കിൽ എയും ബിയും ആദ്യം എടുത്തത്. എ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ 3x - 2y + k = 0. 3 ചെയ്യണുള്ളൂ. ജസ്റ്റ് അതിൻ്റെ കൂടെ ആ 5 മാറ്റിയിട്ട് അവിടെ +k എന്ന് എഴുതാം. അതാണ് ഒരു പാരലൽ ലൈനിൻ്റെ ഇക്വേഷൻ. ക്വസ്റ്റ്യനിൽ പാരലലാണ് തന്നതെങ്കിൽ, പാരലൽ ലൈനിൻ്റെ ഇക്വേഷനാണ് എഴുതാൻ പറഞ്ഞതെങ്കിൽ കോൺസ്റ്റൻറ്റ് മാറ്റിയിട്ട് അവിടെ +k = 0 എന്നാക്കുക. ഇനി ആ കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്കൊരു പോയിന്റ് തന്നത്. പോയിന്റ് നമ്മൾ ആ 3x - 2y + k = 0 കൊടുത്തു കഴിഞ്ഞാൽ
എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 3 × 1 മൈനസ് 2 ഇൻറ്റു വൈൻ്റെ വാല്യൂ -2 ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ 3 + 4 + k = 0 എന്ന് കിട്ടി. 3 + 4 7 ആണ്. കെയിൻ്റെ വാല്യൂ മാത്രമാണ് കിട്ടേണ്ടത്. അപ്പോൾ കെ എന്ന് പറയുന്ന ടേം അവിടെ വെച്ചിട്ട് 7നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക. റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ +7 ഉള്ളത് മൈനസ് ആവും. ഇനി കെയിൻ്റെ വാല്യൂ കിട്ടിയാൽ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദ റിക്വയർഡ് ലൈൻ ഇസ് 3x - 2y - 7 = 0. ഇനി വീണ്ടും വലിയ സബ് ക്വസ്റ്റ്യൻ വന്നതിൽ 2 ലൈൻസിൻ്റെ സ്ലോപ്പ് തന്നിട്ട് അവർക്കിടയിൽ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ സെയിം ഫോമുല നമ്മൾ 2022 ക്വസ്റ്റ്യൻ ചെയ്തത് ഈ ഒരു ഫോമുല വെച്ചിട്ട് തന്നെ ജസ്റ്റ് ആ ഫോമുലയിൽ സ്ലോപ്പ് 1 ചെയ്താൽ m1 എന്ന് പറയുന്നത് 2 ആണ്, m2 എന്ന് പറയുന്നത് ഇവിടെ 1/3 ആണ്. ഇപ്പോൾ നമ്മൾ ആ സ്ലോപ്സിൻ്റെ വാല്യൂ എല്ലാം കൊടുത്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ താഴെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ആണ് 2 × 1/3 ഇതാണ് വരുന്നത്. 2 × 1 2 തന്നെ /3 അങ്ങനെ എഴുതിയിട്ട് എന്നിട്ട് വേണം പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ബൈ 1 കൊടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് tan 1 5/3 / 5/3. ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ സെയിം വാല്യൂസ് വന്നാൽ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 1 ആണ്. അപ്പോൾ tan 1 1ൻ്റെ വാല്യൂ 45 ഡിഗ്രി. ഇനി മോഡുലസും ആംപ്ലിറ്റ്യൂഡും കാണാനാണ് ക്വസ്റ്റ്യൻ വന്നത്. സിമ്പിളാണ്. നമ്മൾ കുറേ തവണ മോഡുലസും ആംപ്ലിറ്റ്യൂഡും കണ്ടിട്ടുള്ളതാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ പോളർ ഫോമാണ്, മറന്നു പോകരുത്. ഇനി ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചിട്ട് വേറെ എന്തോ എന്ന് വെച്ചിട്ട് അത് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ പോളാർ ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾ z = -1 - 2y എന്നെടുത്തു. അവിടെ മോഡ് സെഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും എഴുതിയിരിക്കണം. ഇനി മോഡ് സെഡിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് x ഏതാ y ഏതാണെന്ന് എഴുതാം. എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി ഒരു മൈനസ് വാല്യൂ, ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഒരിക്കലും നിങ്ങൾ മൈനസ് റൂട്ടിൻ്റെ ഉള്ളിൽ ഇടരുത്. ഓക്കെ, മോഡുലസ് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവാണ്. ആ നമ്പർ തന്നാൽ അതിൻ്റെ സ്ക്വയർ, ഇനിയിപ്പോൾ അത് നെഗറ്റീവ് ആയിക്കോട്ടെ, നമ്പർ ഏതാണോ അതിൻ്റെ സ്ക്വയർ, ഒരിക്കലും നെഗറ്റീവ് സൈൻ ഇടരുത്. നമ്പർ ഏതാണോ അതിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ -4 ആണെങ്കിൽ 4ൻ്റെ സ്ക്വയർ എന്താണോ അത് തന്നെയാണ് -4ൻ്റെ സ്ക്വയർ. ഒരിക്കലും മൈനസ് എന്ന് പറയുന്ന സൈൻ ഇടരുത്. മൈനസ് ഇട്ടാൽ അത് തെറ്റാണ്. ഓക്കെ, ഒരു നെഗറ്റീവ് വാല്യൂ, ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. നമ്മൾ സ്ക്വയർ ചെയ്തു. മോഡ് സെഡിൻ്റെ വാല്യൂ √5 കിട്ടി. പോളാർ ഫോമിൻ്റെ ഇക്വേഷൻ എഴുതി. z = r × cos θ + I sin θ. √5 എന്ന് പറയുന്നതാണ് 6. അപ്പോൾ മോഡുലസ് എന്താണോ അത് തന്നെയാണ് 6. ഇനി തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറയുന്നത് tan 1 -2/-1 y/x ആണ്. അപ്പോൾ തീറ്റ = tan 1 y/x എന്ന് എഴുതണം. എന്നിട്ട് വാല്യൂസ് കൊടുക്കുക. അപ്പോൾ മൈനസ് ഉള്ളത് പ്ലസ് ആവും. 2/1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. അപ്പോൾ tan 1 2 എന്ന് നമുക്ക് കിട്ടി. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യണം നിർബന്ധമില്ല. ഇനി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് ആ വാല്യൂ, ആ ആംഗിൾ എത്രയാണ് കിട്ടിയത് അത് കോസിൻ്റെയും സൈൻ്റെയും കൂടി എഴുതാം. ഇനി വാല്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് tan 1 2 എന്ന് തന്നെ എഴുതാം. സെയിം ഫോമുല തന്നെയാണ് നമുക്ക് സബ് ക്വസ്റ്റ്യനിലും വരുന്നത്. സബ് ക്വസ്റ്റ്യനിലും ആംപ്ലിറ്റ്യൂഡ് എഴുതാനും സെയിം മെത്തേഡിൽ തന്നെ മോഡുലസ് കണ്ടുപിടിക്കുക. മോഡുലസ് അത് തന്നെയാണ് 6 എന്ന് പറയുന്നത്. തീറ്റ കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും പഠിച്ചിരിക്കണം. സിമ്പിളാണ്. ഇനി പിന്നെ വരുന്നത് സ്ലോപ്പും ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലൈൻ ഇക്വേഷൻ എഴുതാനാണ്. അപ്പോൾ സ്ലോപ്പ് പോയിന്റ് ഫോം എന്ന് വെച്ചിട്ടുള്ള ഫോർമുല വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ സ്ലോപ്പ് പോയിന്റ് ഫോമിൽ വരുന്നത് y - y1 = m × x - x1. അവിടെ x1 എന്താ y1 എന്താണ്? ഫസ്റ്റ് വരുന്നത് x1, സെക്കൻഡ് വരുന്നത് y1. ഓക്കെ, ഫസ്റ്റ് വരുന്നത് x1, സെക്കൻഡ് വരുന്നത് y1. m എന്ന് പറയുന്നത് 1/3. m എന്ന് പറയുന്നത് 1/3. ഓക്കെ, ഇനി ഈ വാല്യൂസ് ഇക്വേറ്റ് ചെയ്യുക. y - y1 എന്ന് പറയുന്നത് 4 ആണ്, = 1/3. 1/3 എന്ന് പറയുന്നത് സ്ലോപ്പാണ്. x - x1 എന്ന് പറയുന്നത് -2 ആണ്. മൈനസ് താഴെ വന്നപ്പോൾ പ്ലസ് ആയി. ഇനി ഈ 3നെ കൊണ്ട് 3നെ നമ്മൾ y - 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × y - 4 ചെയ്തു. ബാക്കി വരുന്നത് 1 × x + 2 ആണ്. 1 × x + 2 x + 2 തന്നെ.
അപ്പോൾ 3 × y 3y മൈനസ് 3 × 4 12. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാറ്റണം. എല്ലാ ടേംസും ഒരു സൈഡിലോട്ട് നിങ്ങൾക്ക് റൈറ്റോ ലെഫ്റ്റ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. സൈഡ് മാറ്റുമ്പോൾ പ്ലസ്സിലത് മൈനസ് ആവും, മൈനസിലത് പ്ലസ് ആവും. ഓക്കെ, ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് അതിൽ സബ് ക്വസ്റ്റ്യൻ വരുന്നത് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കാണാനാണ്. 2 പോയിൻറ്റ്സ് തന്നാൽ സ്ലോപ്പ് കാണാൻ ഇക്വേഷൻ m = y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. അപ്പോൾ m = y2 എന്ന് പറയുന്നത് 2 ആണ്, y1 എന്ന് പറയുന്നത് 3 ആണ്. അതവിടെ കൊടുത്തു. ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുന്നത് 6 ആണ്, x1 എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 5/4. ഇനി പാർട്ട് സിയിൽ 5th ക്വസ്റ്റ്യൻ വരുന്നത് ടാനിൻ്റെ വാല്യൂ 5/12 തന്നിട്ടുണ്ട്. എ ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ് എന്ന് സ്പെസിഫൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ക്വാഡ്രൻറ്റ് സ്പെസിഫൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഓരോ ക്വാഡ്രൻറ്റിലും ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അപ്പോൾ നമുക്ക് ഒരു ക്വാഡ്രൻറ്റ് സ്പെസിഫൈ ചെയ്ത് തന്നാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഹാവിങ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ക്വാഡ്രൻറ്റ് സ്പെസിഫൈ ചെയ്ത് തന്നാൽ നിങ്ങൾ പ്ലസും മൈനസും ഏതാണോ നോക്കണം. ഇപ്പം ടാൻ = 5/12. ടാൻ തന്നാൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്ന ഐഡൻറ്റിറ്റി 1 + tan² = sec² ആയിരിക്കണം. അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തു. അപ്പോൾ tan² എന്നെല്ലാം വാല്യൂസ് എല്ലാം കൊടുത്ത് സ്ക്വയർ ചെയ്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഫൈനൽ ആൻസർ വരുന്നത് റൂട്ട് ഓഫ് 169 ഡിവൈഡഡ് ബൈ 145. ഇതാണ് നമ്മൾ വരുന്ന ഫൈനൽ CKൻ്റെ വാല്യൂ. ഇനി അതിന് 169 ഡിവൈഡഡ് ബൈ 144 ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ പ്ലസ്സോ മൈനസ്, അവിടെ ക്വാഡ്രൻറ്റ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളവിടെ പ്ലസ്സോ മൈനസ് എന്ന് പറയുന്നത് ഇട്ടത്. പ്ലസ് ആണോ മൈനസ് ആണോ നമ്മൾ സെലക്ട് ചെയ്യണം. പ്ലസ്സോ മൈനസ് എന്ന് റൂട്ടിൻ്റെ മുന്നിലിടുക. എന്നിട്ട് റൂട്ട് 169 എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ √44 എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് 169 എന്ന് പറയുന്നത് 13 ആണ്, റൂട്ട് ഓഫ് 144 12 ആണ്. അപ്പോൾ അതിന് മുന്നേ പ്ലസ്സോ മൈനസ് ഇടണം. അവിടെ ക്വാഡ്രൻറ്റ് സ്പെസിഫൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി തേർഡ് ക്വാഡ്രൻറ്റ് ആയതുകൊണ്ട് സിക്ക് അവിടെ നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ -13/12. സിക്ക് കിട്ടിയാൽ കോസ് ചെയ്താണ്, ജസ്റ്റ് അതിന് റിവേഴ്സ് തിരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ -12/13 ആണ് കോസിൻ്റെ വാല്യൂ. ഇനി കോസ് കിട്ടിയാൽ നമുക്ക് സൈനിൽ കാണാൻ ഇക്വേഷൻ √1 - cos² ആണ്. ജസ്റ്റ് അതിൽ വാല്യൂസ് കൊടുക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ തേർഡ് ക്വാഡ്രൻറ്റ് ആയതുകൊണ്ട് പ്ലസ്സോ മൈനസിലത് എന്താണ് മൈനസ് വാല്യൂ ആണ് സെലക്ട് ചെയ്യുക. കാരണം തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ട് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്കി എല്ലാതും നെഗറ്റീവാണ്. ഓക്കെ, സൈന് കിട്ടിയാൽ സൈന് തിരിച്ച് എഴുതിയാൽ അതിനെ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? കൊസീക്ക് തീറ്റല്ല, അവിടെ എ ആണ്. ജസ്റ്റ് എ ആണ്, കോട്ട് എ. ടാനിൻ്റെ വാല്യൂ 5/12 എന്ന് തന്നതുകൊണ്ട് ടാനിനെ ജസ്റ്റ് തിരിച്ച് എഴുതിയാൽ 12/5 അതാണ് കോട്ടിൻ്റെ വാല്യൂ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. tan 15 + cot 15 എന്ന് പറയുന്നത് 4 ആണെന്ന് പ്രൂവ് ചെയ്യണം, ഷോ ചെയ്യണം വിതൗട്ട് യൂസിങ് ദ ടേബിൾസ്. അപ്പോൾ ഇവിടെ tan 50 എന്ന് പറയുന്നത് 90ക്ക് താഴെയുള്ളതാണ്, പക്ഷെ നമുക്ക് ടേബിൾ അറിയാത്ത വാല്യൂ ആണ്. അതുകൊണ്ട് അപ്പോഴാണ് നമ്മൾ സബ്ട്രാക്ഷൻ ഫോമിലും അഡീഷൻ ഫോമിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ tan 15 നമുക്ക് ടേബിളിലുള്ള വാല്യൂസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ tan 15 45 - 13 എഴുതാം. നമ്മൾ tan(a - b) എന്ന് പറയുന്ന ഫോമുല യൂസ് ചെയ്യുക. ഇനി tan(a - b) എന്ന് പറയുന്ന ഫോമുല യൂസ് ചെയ്തിട്ട് a എന്ന് പറയുന്നത് ഇവിടെ 45 ആണ്, b എന്ന് പറയുന്നത് 30 ആണ്. tan 45 - tan 30 ഡിവൈഡഡ് ബൈ 1 + tan 45 tan 30 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി tan 45ൻ്റെ വാല്യൂ 1 ആണ്, മൈനസ് tan 30ൻ്റെ വാല്യൂ 1/√3 ആണ്. 1/√3 ചെയ്തു. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇനി മൾട്ടിപ്ലിക്കേഷൻ താഴെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ഉണ്ട്, അത് ആദ്യം ചെയ്തിട്ട് വേണം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 1 × 1 1 തന്നെ /√3.
എന്നിട്ട് വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് √3 - 1/√3 + 1. ഇനി ടാൻ കിട്ടിയാൽ ടാൻ തിരിച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് കോട്ടാണ്. കോട്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് cot 15 കിട്ടി. ഇനി ജസ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുക്കാം tan 15 + cot 15 രണ്ടും ഫ്രാക്ഷൻസ് ആണ്. നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ √3 × √3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ √3 × √3 √3 × -1 അത് ചെയ്തിട്ടാണ് ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തത്. രണ്ട് സൈഡിലും അത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ √3 × √3 എന്ന് പറഞ്ഞാൽ 3 ആണ്. √3 × -1 -√3 ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ക്യാൻസൽ ആവുന്ന ടേംസ് ഉണ്ട്, അതെല്ലാം ക്യാൻസൽ ആക്കുക. ബാക്കി വരുന്നത് 3 + 1 + 3 + 1. ഈ താഴെ വരുന്നത് a + b × a - b ഫോം ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് 3 - 1 എഴുതാം. 3 - 1 എന്ന് പറയുന്നത് 2 ആണ്. നമ്മളത് എഴുതി 8/2 4 തന്നെ. ഇനി അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് √3 - 1 × √3 - 1 ഇതെന്ന് പറയുന്നത് √3 - 1 × √3 - 1 എന്ന് പറയുന്നത് √3 - 1 the whole square. അതുപോലെ തന്നെ √3 + 1. അപ്പോൾ a + b the whole squareഉം a - b the whole square യൂസ് ചെയ്താൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എയും ബിയും ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇക്വേഷനിൽ കൊടുത്താൽ മതി. രണ്ട് രീതിയിൽ ചെയ്താലും ഫൈനൽ ആൻസർ നമുക്ക് 4 തന്നെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് കോംപ്ലക്സ് നമ്പേഴ്സിൽ പോളാർ ഫോം വരുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ വരുന്ന, അഡീഷൻ, കോൺജുഗേറ്റ്, മോഡുലസ്, ഇതെല്ലാം പഠിച്ചിരിക്കണം. പിന്നെ കോർഡിനേറ്റ് ജോമെട്രിയിൽ പാരലൽ ഇക്വേഷൻ എഴുതാൻ, പെർപെൻഡിക്കുലർ ഇക്വേഷൻ എഴുതാൻ, സ്ലോപ്പ് കാണാൻ, ഇക്വേഷൻസ്, സ്ട്രീറ്റ് ലൈൻ ഇക്വേഷൻസ് വരുന്ന പല ഫോർമുലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം പഠിക്കണം. ഓക്കെ, ട്രിഗ്നോമെട്രിയിൽ മെയിനായിട്ട് സബ്ട്രാക്ഷൻ ഫോർമുല, അഡീഷൻ ഫോർമുല വരുന്നുണ്ട്, AST0, ഇതെന്തായാലും പഠിക്കണം. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ജസ്റ്റ് വായിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. എല്ലാവരും വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ മാത്സ് പഠിക്കണം. മാത്സ് വായിച്ച് പഠിച്ചാൽ ഒന്നും മനസ്സിലാവില്ല, എഴുതി തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.